താമർ ജിഫ്രി കസ്റ്റഡി കൊലക്കേസിൽ താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ പങ്കാണ് സിബിഐക്ക് ഇനി തെളിയിക്കാനുള്ളത്. വി ബെന്നി താമർ ജിഫ്രിയുടെ മരണത്തിന് പിന്നാലെ നടത്തിയ ഗൂഢാലോചന തെളിയിക്കുന്ന ശബ്ദ സംഭാഷണം അടക്കമുള്ള തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. എൻ്റെ ജീവിതം പോയി, എൻ്റെ ജീവിതവും എൻ്റെ കുടുംബം പോയി, എൻ്റെ കുട്ടിയെ പോലും എനിക്ക് കാണാൻ കഴിയാത്ത സ്ഥിതിയായി. എനിക്കൊരു മോളേ ഉള്ളൂ. എൻ്റെ മോക്ക് പോലും അറിഞ്ഞുകൂടാ ഞാൻ അച്ഛൻ ജയിലിൽ പോകണമാണ്. എൻ്റെ ജീവിതം തകർത്തു. ആത്മാർത്ഥതയുള്ള പോലീസ് ഓഫീസേഴ്സിനൊന്നും ഇതിനകത്ത് നിൽക്കാൻ പറ്റൂല. അവരെല്ലാം സ്പെഷ്യൽ യൂണിറ്റിലും മറ്റുമൊക്കെ ഓടും, പേടിച്ചോടും. ലോക്കലിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ പെടുത്തും. താമിർ ജഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ 4 ഇന്നിപ്പോൾ CBI അറസ്റ്റ് ചെയ്തത്. ഇതിനെല്ലാം നേതൃത്വം നൽകിയ മലപ്പുറം SP സുജിത് ദാസിനെയും താനൂർ DYSP വി ബെന്നിയെയും എങ്ങനെയാണ് ഇനി ചോദ്യമുനയിലേക്ക് CBI സംഘം കൊണ്ടുവരിക? താമിർ ജഫ്രിയുടെ മരണം പൂർണ്ണമായും താനൂർ SI കൃഷ്ണലാലിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് തുടക്കം മുതൽ DYSP ശ്രമിച്ചത്. കൃഷ്ണലാലിനോട് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് പോലും വി ബെന്നി മാറ്റി നിർത്താൻ ശ്രമിച്ചു എന്ന് ഈ ശബ്ദ സംഭാഷണത്തിൽ വ്യക്തമാണ്. ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിളിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിൽ നേരിട്ട് പോയി സ്റ്റേറ്റ്മെന്റ് കൊടുക്കരുത്, അതിന് മുമ്പ് ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് മഞ്ചേരി ശ്രീധരൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് വേണം എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാവുന്ന ഈ പറഞ്ഞിരിക്കുന്ന 42 നോട്ടീസിൽ മാത്രം നിങ്ങൾ നിന്നാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഡാൻസ് അവരെടുത്തുള്ളൂ. അതൊക്കെ പിന്നെ നേരിട്ട് കണ്ടിട്ട് പറയാം. ഏതായാലും മഞ്ചേരി ശ്രീധരൻ സാറിനെ കാണാനുള്ള സംവിധാനത്തിൽ ഇവിടെ വരുന്നുള്ള പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. നാളെ രാവിലെ വരാൻ പറ്റുക, നാളെ തന്നെ എത്തുക. ഏതായാലും അവരെ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഈ മഞ്ചേരി ശ്രീധരൻ സാറിന്റെ കാര്യങ്ങളൊന്നും ആരോടും പറയുന്നത്. കൃഷ്ണലാലിനെ മലപ്പുറത്തെത്തിച്ച് അഭിഭാഷകനായ മഞ്ചേരി ശ്രീധരൻ നായരെ കാണാനുള്ള നീക്കവും ഡാൻസ് ഓഫ് ടീമുമായി സംസാരിച്ച് മൊഴി മാറ്റിക്കാനുള്ള വി ബെന്നിയുടെ ശ്രമവും ഞങ്ങളെന്ന് പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിലുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്യുക. ഞാൻ വഴിയാണെങ്കിൽ എന്നെ ട്രേസ് ചെയ്യാൻ അവർക്ക് എളുപ്പമാവും. കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഏതായാലും ഒന്ന് പോയിട്ട് ഞാൻ വിളിക്കാം. സാർ അപ്പൊ ഞാനൊന്ന് മാറിക്കട്ടെ കണ്ണ്. മാറിയേ സൈഡും തൽക്കാലം അവിടെ നിന്ന് മാറാൻ വേണ്ടി പറ. വീട്ടിൽ നിന്ന് മാറിയിട്ടേ ബാക്കി വിളിച്ച് പറയട്ടെ സാറേ. അങ്ങനെ അതെ പറഞ്ഞ ലേശം മാറിയിക്കാൻ പറ. മലപ്പുറം SP സുജിത് ദാസും താനൂർ DYSP വി ബെന്നിയും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും കേസിന്റെ തുടക്കം മുതൽ ഇടപെട്ടിട്ടും രക്ഷപ്പെടാനുള്ള നീക്കമാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. താമിർ ജഫ്രിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പിടിയിലാകുമ്പോൾ ഇനി എന്ന് CBIയുടെ അന്വേഷണം ഗൂഢാലോചന നടത്തിയ ബെന്നി അടക്കമുള്ള ഉന്നതരിലേക്ക് എത്തുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മലപ്പുറം SP സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഹൗസ് സംഘമാണ് താമിർ ജഫ്രിയെയും സംഘാംഗങ്ങളെയും പിടികൂടുന്നത്. താനൂർ DYSP വി ബെന്നിയുടെ നേതൃത്വത്തിലാണ് തിരക്കഥ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് തയ്യാറാക്കിയ ഈ തിരക്കഥയിലൊടുവിൽ SI കൃഷ്ണലാലിൻ്റെ ചുമലിൽ എല്ലാം ചാരിവയ്ക്കാൻ ശ്രമിക്കുന്നു. താമിർ ജഫ്രിയെ മർദ്ദിച്ചവർ ഇന്ന് അറസ്റ്റിലായി കഴിഞ്ഞു. ഇനി CBI അന്വേഷണം മുന്നോട്ട് പോവുക ഇതിൻ്റെ ഗൂഢാലോചനയിലേക്കാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.